ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നിച്ചൂട്ടൻ്റെ വിദ്യാരംഭത്തിൻ്റെ വീഡിയോയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ പറവൂരുള്ള ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലായിരുന്നു നിച്ചൂട്ടൻ്റെ വിദ്യാരംഭം. അപ്പോൾ ഇതൊരു പുരാതനമായ സരസ്വതി ക്ഷേത്രമാണ്. പിന്നെ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ മൂകാംബിക ദേവിയാണ്. അതിനാൽ തന്നെ വിദ്യാഭിവൃദ്ധിക്ക് ഈ ക്ഷേത്രത്തിലെ ദർശനം അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. ഒരു ചെറിയ താമരക്കുളവും അതിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയൊരു ശ്രീകോവിലുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം. വിദ്യാസ്വരൂപിണിയായ ശ്രീ മൂകാംബിക ദേവി സരസ്വതീ ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ കുടികൊള്ളുന്നത്. പിന്നെ കന്നിമാസത്തിലെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഈ ക്ഷേത്രത്തിലേത്. പിന്നെ ഈ ക്ഷേത്രത്തിനൊരു കഥയുണ്ട് കേട്ടോ, ഒരു ഐതിഹ്യമുണ്ട്. അത് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, എത്രത്തോളം ശരിയാണെന്ന് അതെനിക്ക് ഞാൻ പറയുന്നതും ശരിയാണോ എന്ന് എനിക്കും കറക്റ്റ് അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് പറവൂർ ദേശം ഭരിച്ചിരുന്ന പണ്ട് പറവൂർ ദേശം ഭരിച്ചിരുന്ന തമ്പുരാൻ ഒരു തികഞ്ഞ മൂകാംബിക ഭക്തനായിരുന്നു. അദ്ദേഹം എല്ലാ മാസവും മുടങ്ങാതെ നമ്മുടെ കൊല്ലൂരുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രായമായി കഴിഞ്ഞപ്പോൾ അതിന് കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ദുഃഖിതനായി മാറി. കൊല്ലൂരിലെ അവസാന ദർശനം കഴിഞ്ഞ് നാട്ടിലെത്തിയ തമ്പുരാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ ദേവിയെ ഭജിച്ച് ആ ദിവസങ്ങളൊക്കെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് ദേവിയുടെ ഒരു സ്വപ്ന ദർശനമുണ്ടായി. ദേവി അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ലയോ ഭക്ത, ഇനി നീ എന്നെ തേടി കൊല്ലൂരിൽ വരേണ്ടതില്ല. നിൻ്റെ നാട്ടിൽ നിനക്ക് നടന്നു വരുവാൻ കഴിയുന്ന സ്ഥലത്ത് ഞാൻ കൂടി കൊണ്ടുകൊള്ളാം. ഇവിടെ ഉചിതമായൊരു സ്ഥലത്ത് നീ എനിക്കൊരു ക്ഷേത്രം പണിതാൽ മാത്രം മതിയെന്ന്. ഇതോടെ സന്തുഷ്ടനായ തമ്പുരാൻ ഉടൻ തന്നെ പറവൂർ കോട്ടയ്ക്ക് പുറത്ത് ഉത്തമമായൊരു സ്ഥലം കണ്ടെത്തി ക്ഷേത്ര നിർമ്മാണവും തുടങ്ങി. നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠാകർമ്മമെല്ലാം നിർവഹിച്ച തമ്പുരാൻ ക്ഷേത്രം സാധാരണക്കാർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് വിദ്യാരംഭത്തിന് മാത്രമായിട്ടൊരു മണ്ഡപം. അപ്പോൾ അവിടെയാണ് നിച്ചൂട്ടൻ്റെ വിദ്യാരംഭം. ആദിയുടെയും ലച്ചുവിൻ്റെയും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു വിദ്യാരംഭത്തിൻ്റേത്. അപ്പോൾ ശ്രീയുടെ മറിയിലിരുന്നിട്ടാണ് വിദ്യാരംഭത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ, ഇവൻ നാക്കിലെഴുതുമല്ലോ, അപ്പോൾ നാക്കിലെഴുതാനൊക്കെ സമ്മതിക്കുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. കരച്ചിൽ ബഹളമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ശാന്തി പറഞ്ഞോട്ട് തന്നെ നന്നായിട്ട് തന്നെ മര്യാദയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റി. നമുക്ക് നല്ല ഒരു സംതൃപ്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ, ആദ്യമായിട്ടാണല്ലോ അങ്ങനെ. പിന്നെ ആദ്യം ലച്ചിൻ്റെയും കാര്യം പറയണ്ടല്ലോ, അറിയാമല്ലോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇങ്ങനെ ഓടി നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുക്കണുണ്ടപ്പോൾ അവന്മാർക്ക് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ ഫോൺ വേണമെന്നും പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മറ്റേ പന്തീരടി പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് നമ്മൾ വിദ്യാരംഭത്തിന് ഇരുത്തിയത്. നേരത്തെ ആദ്യയുടെ ലക്ഷ്യൻ്റെയൊക്കെ അകത്തായിരുന്നു വിദ്യാരംഭം. ഇതിപ്പോൾ പുതിയതായിട്ടാണെന്ന് തോന്നണം ഇങ്ങനെ പുറത്തൊരു വിദ്യാരംഭത്തിൻ്റെ മണ്ഡപം ചെറുതായി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനുള്ളിൽ വെച്ച് പുറത്ത് തന്നെയാണ്, അമ്പലത്തിൻ്റെ പുറത്ത് തന്നെയാണ്, അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ വിദ്യാരംഭമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ശാന്തി പറഞ്ഞുകൂട്ടാനൊക്കെ ചെയ്തു. അരിയിലൊക്കെ നാവിലും എഴുതിച്ചു, ഓം ഹരിശ്രീ ഗണപതയേ നമ, അത് അരിയിൽ എഴുതിപ്പിച്ചു. അതിനുശേഷം നാക്കിലൊക്കെ എല്ലാവരും ചെയ്തു. ശാന്തിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. അപ്പോൾ അതിനുശേഷം അവൽപ്പറ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളതും കഴിഞ്ഞ് ഓടിയാണ്. അപ്പോൾ അവൽപ്പറയൊക്കെ അകത്തായിരുന്നു കേട്ടോ പറ. അപ്പോൾ അകത്ത് എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടാണ്. അപ്പോൾ അത് കാരണം പറയുടെ അത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തതാ ഇപ്പോൾ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഉപദേവതകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അത് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ കാലത്ത് എണീറ്റ ടൈമിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ പേടിയ ദൈവമേ എങ്ങനെ പോകും, ഭയങ്കര മഴയാണല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലം എത്തുന്നത് വരെ ഒരു മഴ ഉണ്ടായിരുന്നില്ല. വിദ്യാരംഭത്തിൻ്റെ സമയത്ത് മഴ പെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചെത്താനും പറ്റി. മഴ പെയ്യണത് നല്ല എന്നാണ് പറയണല്ലേ, ആത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പറയണത്. അതുപോലെ എല്ലാ കാര്യത്തിൻ്റെയും എൻ്റെ ഡെലിവറി സമയത്താണെങ്കിലും പിള്ളേരുടെ എല്ലാ നല്ല കാര്യങ്ങളിലും, പിള്ളേരുടെയിലും അതെ, ഇപ്പോൾ നിച്ചുവിൻ്റെയിലും അതെ, എല്ലാ നല്ല കാര്യത്തിനും ഞങ്ങൾക്ക് മഴയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം അതൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ
ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ വീട്ടിലേക്ക് പോകാൻ പറ്റി. അപ്പോൾ അന്ന് ക്ലാസ്സുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വീട്ടിൽ നമ്മൾ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ലച്ചിനെ കുറച്ച് വൈകിയേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് നടക്കണുണ്ട്. അപ്പോൾ അവനൊക്കെ തേറിയിരിക്കുകയാണല്ലോ. അപ്പോൾ അവന് നടക്കണമെന്നൊക്കെ പറഞ്ഞ് വാശിയായിരുന്നു. വെള്ളത്തിൽ കളിക്കാനാണ് കേട്ടോ, അല്ലാണ്ട് മര്യാദക്ക് നടക്കത്തില്ല. വെള്ളത്തിൽ ഓടി നടക്കാനായിട്ടുള്ള ഒരു പെടാപ്പാടാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് അമ്പലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അമ്പലം. പുറമേ നല്ല രസമാണ്, ഇങ്ങനെ നടന്ന് നല്ല രസമായിട്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഇത് അമ്പലത്തിൻ്റെ പുറകുവശത്താണ്. നമുക്ക് ഇതിലേയും വരാൻ കേട്ടോ. അവിടെ റോഡുണ്ട്, അപ്പോൾ അതിലേ നമുക്ക് കയറി വരാം. ഇനി നമ്മൾ ഇവിടെ മണലിൽ എഴുതിപ്പിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും, ഞാനൊക്കെ ചെറുതിലെ വരുമ്പോഴും ഞാൻ എപ്പോഴും എഴുതൂട്ടാ, എനിക്കിപ്പോഴും ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ മണലിൽ, അമ്പലത്തിൻ്റെ സൈഡിൽ അവിടെ മണലിൽ എഴുതും ഹരിശ്രീ ഗണപതയെ നമാന്ന് എഴുതും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാളോടും മണലിൽ എഴുതാൻ പറഞ്ഞപ്പോൾ കൈ പിടിച്ച് എഴുതണമെന്നും പറഞ്ഞ് അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കോട്ട് എഴുതാനായിട്ടുള്ളതായിട്ടില്ല. ഇപ്പോൾ UKG ആണ്. അപ്പോൾ അമ്മു ആൻറ്റി ഉണ്ടായിരുന്നു പിള്ളേരുടെ. അപ്പോൾ അമ്മു അപ്പോൾ കുഞ്ഞിനെ പിടിച്ചിട്ട് എഴുതിക്കുകയായിരുന്നു. ചേച്ചിമാരെ രണ്ടുപേരെയും അച്ഛനും പിടിച്ചിട്ട് ജയിച്ചു. ഭയങ്കര ഇഷ്ടമായിട്ടാണ്. വേറെ കുറച്ച് പിള്ളേരും കൂടിയൊക്കെ അപ്പുറത്ത് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അതവിടെ വരുമ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യും. മണലിൽ അങ്ങനെ ദേവിയുടെ അടുത്ത് മണലിൽ അങ്ങനെ എഴുതും. ഞാനും ചെറുതിലേക്ക് എപ്പോഴും എഴുതുമായിരുന്നു. ഞാനിപ്പോഴും വലുതായ പിന്നെയും ഞാൻ പോണ ടൈമിൽ ഞാൻ എഴുതാറുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു സംതൃപ്തിയാണ് നമുക്ക്. ഒന്നാമത് അവിടെ ദേവിയുടെ അടുത്ത് ചെല്ലുന്ന പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടും. അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷവും നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര എന്തെന്നാണ് അതിന് പറയണേ, ഇപ്പോൾ വൈബാണെന്ന് അങ്ങനെയൊക്കെ പറയാം. നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് ഭയങ്കര സന്തോഷം, മനസ്സിനൊരു സന്തോഷം സമാധാനമൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ കയ്യിലൊക്കെ മണ്ണായി എന്നും പറഞ്ഞിട്ട് അതൊക്കെ തുടച്ച് തരാൻ പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ അവിടെ മറ്റേ കയറി വരുമ്പോൾ തന്നെ ആലുണ്ട്, അരയാലുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തും നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നല്ലൊരു എന്താ പറയുക, നല്ല ഒരു ഇതാണ്. പിന്നെ അമ്പലത്തിൽ കയറി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ, പൂജാ സാധനങ്ങൾ, പിന്നെ താമരമുട്ട്, ഇത് തട്ടമാണിത്. പഠിക്കുന്ന കുട്ടികൾ പിന്നെ തട്ടം നിവേദിക്കാറുണ്ട് അവിടെ. പിന്നെ നമ്മൾ എഴുത്തിനിരുത്തുമ്പോഴും ഇതുപോലെ തട്ടം വാങ്ങിച്ചിട്ട് ചെയ്യാറുണ്ട്, അവിടെ പ്രതിഷ്ഠിക്കാറുണ്ട്. ദേവിക്ക് വയ്ക്കാറുണ്ട് നമ്മൾ തട്ടം വാങ്ങിച്ചിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലക്കുളമുണ്ട് കേട്ടോ, വലിയൊരു അമ്പലക്കുളമാണ്. അപ്പോൾ അതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് മലർ വാങ്ങിച്ചിട്ട് കൊടുക്കാം മീനിന്, മീനൂട്ട് നടത്താം നമുക്കവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നപ്പോൾ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് നന്നായിട്ട് കാണാമായിരുന്നു, പക്ഷേ വീഡിയോയിൽ അത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. കണ്ടോ, ഒരുപാടുണ്ട്. പിന്നെ ഒരു മീൻ കണ്ടോ, അതിലൊരു കളറുള്ള മീൻ കണ്ടോ, അതെന്താണെന്നറിയില്ല, നമ്മൾ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിട്ടാണെന്ന് തോന്നണം. നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി തന്നെ ഒരു പ്രാവും വന്ന് അന്നേരം ആ മീൻ നന്നായിട്ട് കരയിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലോണം കാണാൻ വേണ്ടിയിട്ട് എന്തായാലും വീഡിയോ എടുക്കല്ലേ, എന്നെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് എടുത്തു വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ വന്ന്. കണ്ടോ, നല്ല രസമായിട്ട് കാണാൻ പറ്റണില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ, ഇണങ്ങി ആളുകളോട് നല്ലോണം ഇണക്കമുള്ള അതാണ്. അപ്പോൾ അത് നന്നായിട്ട് അടുത്ത് വന്നിങ്ങനെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയോടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പേടിച്ചിട്ട് കയറിപ്പോയതാണ് അന്നേരം. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രാവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്ന മണ്ഡപമുണ്ട്. അപ്പോൾ അതിനടുത്ത് നിറയെ പ്രാവുകളൊക്കെ ആയിരുന്നു. ഇതാ കണ്ടോ, നമുക്ക് മീനൂട്ട് നടത്താം അവിടെ. കണ്ടോ, ഇട്ട് കൊടുത്തപ്പോൾ ഒരുപാട് കണ്ടോ. ഇപ്പം ഇതിൽ ഈ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെയാണ് അരങ്ങേറ്റവും കാര്യങ്ങളും ഡാൻസൊക്കെ. നവരാത്രി മഹോത്സവത്തിൻ്റെ ടൈമിൽ ഒരുപാട് പരിപാടികളും പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. പിള്ളേരിങ്ങനെ അവിടെ ഓടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട്
ഉടനെ തന്നെ വരാം. കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ വേഗം വരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും താങ്ക് യു.